ഹായ് ഗായ്സ്, നമ്മളിന്ന് നല്ല ഭംഗിക്ക് ഒരുങ്ങി അല്ലേ, സുന്ദരികളായിട്ടുണ്ടോ? അപ്പൊ നമ്മളിന്ന് എവിടെ പോണേണ്? മറുമീനെ കാണാൻ വേണ്ടി പോവാണ്. അതേപോലെ നമ്മളിന്ന് ഇതിലും ഞാനും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോണേണ്. അപ്പോ വെൽക്കം ടു സ്റ്റോറീസ്. അങ്ങനെ നമ്മളിപ്പോൾ ഇതിലുമായിട്ട് ഒരു ഔട്ടിങ് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിതേപോലെ ഒരു ഡേ ഔട്ട് എടുക്കാറുണ്ട്. ഞാനും ഇതിലും മാത്രം ഇടയ്ക്ക് പുറത്തിറങ്ങാറുണ്ട്. അപ്പോൾ ഇതിലൊരു മർമീനെ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ റീൽസിലും വീഡിയോസിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറൈൻ എക്സ്പോ തീർന്നു എന്ന്. ആക്ച്വലി അത് തീർന്നിട്ടില്ല കേട്ടോ. ഒക്ടോബർ 6 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് കാണാൻ വേണ്ടി പോകേണ്ട ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ട്രൈ ചെയ്യുക. എനിക്ക് ഏതായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുറേ മീനുകൾ ഒരു അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുറേ സ്ഥലത്ത് നല്ല അടിപൊളി മീനുകളെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പല വെറൈറ്റി ഓഫ് മീനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഏതൊക്കെ മീനാണെന്നൊന്നും അവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. പക്ഷെ നമുക്ക് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ അവിടെ ഇങ്ങനെ ഓടി നടന്ന് കാണുമായിരുന്നു. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് 29-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടും തിരക്കില്ല. പിന്നെ രാവിലത്തെ സമയത്താണ് കേട്ടോ. ആക്ച്വലി 10:30 മുതൽ സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്കൊരു 11 മണിയൊക്കെ അടുപ്പിച്ച് നമ്മൾ അവിടെ വരുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. വലിയ തിരക്കുണ്ടായിരുന്നില്ല ഞങ്ങൾ തന്ന സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല. ഈവനിങ് ആകുമ്പോൾ തിരക്ക് കൂടും. പിന്നെ ഈ ടണൽ അത് എടുത്ത് പറയേണ്ടതായിരുന്നു. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കൂടെയൊക്കെ മീനുകൾ പോകണ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഇതിലൂനാണെങ്കിലും മർമീഡിനെ കാണണം, മർമീഡ് ടണലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ തപ്പി നടക്കായിരുന്നു. അടിപൊളിയായിരുന്നു. ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണാത്ത പല സ്ഥലത്തു നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പല പല വെറൈറ്റി ഓഫ് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിരാനൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് മീനിനെയൊക്കെ വെച്ചിട്ട് ഇവർ ടണൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടണലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പുറത്തെ സൈഡിൽ കൂടെ പോകുമ്പോൾ കാണുന്നത് ടണലിൻ്റെ ഭാഗം തന്നെയാണ്. നമുക്ക് ടണലിൻ്റെ ഉള്ളിലുള്ളതും കാണാം, പുറത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയും കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ആ കുറേതിൻ്റെ അവിടെ നിർത്തിക്കും. ഇതിലും എന്നോട് ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇതിൽ ഓടുകയാണ് ഗൈസ്. കുടിച്ചെടുക്കാറ് എടാ ഈ ഫിഷാൻ അങ്ങാണ്ട് നോക്കിയിടുള്ളൂ. ഈ ഫിഷാൻ അങ്ങാണ്ട് നോക്കി കുറച്ചേരം ഡെവലാണ് അങ്ങാണ്ട് നമുക്ക് ഏകദേശം വർത്തിട്ടായിട്ട് തോന്നിയത്. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ടണലിൽ തന്നെ കുറച്ചുണ്ടാവും. ഐസ്ക്രീം വേണ്ടേ? അതിന് വല്ലാത്തൊരു അതിശയമാണുള്ളത്. അങ്ങനെ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ആ സമയം വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. ദ റിയൽ മർമെയ്ഡ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡിസ്നിയിലൊക്കെയാണ് നമ്മൾ മർമെയ്ഡിനെ കണ്ടിരിക്കുന്നത്, ഏരിയലിലേക്കാണ് കണ്ടിരിക്കുന്നത്. ദ റിയൽ വൺ, റിയൽ അല്ല, ഇതിൻ്റെ കാലം എവിടെയെന്ന് അറിയില്ല. എന്നാൽ അടിപൊളിയായിട്ട് ആ പെങ്കുച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. പിന്നെ അങ്ങോട്ട് സ്റ്റോളുകളായിരുന്നു. അച്ചാറ്, അതേപോലെ പല പലതരം മെഷീൻസ്, ബാഗ്, കട്ടിൽ, സോഫ, ചെരുപ്പ്, അതേപോലെ ഡ്രസ്സുകൾ, അങ്ങനെ വലിയ വലിയ സ്റ്റോളുകളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ കുറേ ഗെയിമുണ്ട്. നമ്മൾ എവിടെയും കയറിയില്ല, നേരെ പോയിട്ടുണ്ടായിരുന്നത് സെൻട്രൽ സ്ക്വയറിലേക്കാണ്. കാരണം നമ്മളൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3:50 സിനിമയാണ്. നമ്മൾ 4 മണിയോടുകൂടി സെൻട്രൽ സ്ക്വയറിലെത്തി. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. സ്ലോ മോഷനിലാണ് പോകുന്നത്. കാരണം ഇതിലുമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലുവിൻ്റെ വഴിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഒരു കണക്കിന് നമ്മൾ സിനിപോൾസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിലുവിൻ്റെ ഫേവറേറ്റ് ഹീറോൻ്റെ സിനിമ. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ഇതിലൊന്നും ഒരു ബർഗറും കൂടെ വേണമെന്ന് പറഞ്ഞു. എപ്പോഴും വാങ്ങാറില്ല, വല്ലപ്പോഴൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണല്ലോ. ഒരു ബർഗർ ഉണ്ടായിരുന്നോട് ഞാൻ പലതവണ എന്നോട് ചോദിച്ചു, പക്ഷെ അവൻ എനിക്ക് തന്നില്ല പീസ്. നമ്മുടെ അച്ഛൻ വന്ന് അപ്പം നമ്മൾ എവിടെ പോവാണ്? വീട്ടിൽ പോവാണ്. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഗോ ടാറ്റ, ബൈ.